ഹായ് വെൽക്കം ടു അവർ ചാനൽ ഷനൂസ് സിമ്പിൾ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് റൈസ് ആയിട്ടുള്ള മക്ലൂബയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ മന്തി അതുപോലെ മജ്ബൂസൊക്കെ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള റൈസാണിത്. ഇതിൽ പച്ചക്കറികളും ദം ചെയ്തുകൊണ്ടാണ് റൈസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഉള്ളി വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു പട്ട ചെറുതാക്കി പൊട്ടിച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, 3 ബേ ലീഫ്, ഒരു 4-5 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു വലിയ സവോള അരിഞ്ഞതിട്ട് കൊടുക്കുക. ചെറുതാണെങ്കിൽ 2 സവോള ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി, അതുപോലെ 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂട്ടി ചതച്ചതിട്ട് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്കൊരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുക, ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട്. അതുപോലെ ഒരു ചിക്കൻ സ്റ്റോക്കും ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂട്ടം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ചിക്കൻ സ്റ്റോക്ക് ഒന്ന് മെൽറ്റ് ആവണ വരെ. ഇതിലേക്ക് ഉണക്കനാരങ്ങ ചേർക്കുമ്പോൾ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഉണക്ക നാരങ്ങയുടെ പുളി ഈ ഇതിലേക്ക് ചോറിലേക്കൊക്കെ നന്നായി പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പുളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 2 ടേബിൾ സ്പൂണ് അറബിക് മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്കൊരു പച്ചമുളക് നെടുക കീറിയത് കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. സമയം കൊണ്ട് നമുക്ക് ഈ റൈസിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചാൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു വഴുതനങ്ങ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉരുളൻകിഴങ്ങും ചെറുത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക. ഇതിലേക്കുള്ള വെജിറ്റബിൾസ് കുറച്ച് കട്ടിയോട് കൂടിയിട്ട് വേണം റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ. നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്യരുത്. വെജിറ്റബിൾസ് ഒന്ന് വാടി കിട്ടിയാൽ മതി, നന്നായി ഫ്രൈ ചെയ്തെടുക്കേണ്ട. കാരണം നമ്മളിത് ദം ചെയ്യാനുള്ളതാണ്. അത് കാരണം ഇനി ഒരു ചെറിയ തക്കാളിയും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും ചെറുതാക്കി അരിഞ്ഞതും ഇതിലേക്ക് ഫ്രൈ ചെയ്യാനിട്ട് കൊടുക്കുക. ഇനി 3 കളർ ക്യാപ്സിക്കം ഓരോന്നും ഇതെടുത്തിട്ടുണ്ട്, റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇനി അത് ഫ്രൈ ചെയ്തെടുക്കുക.
3 കളറില്ലെങ്കിൽ ഒരു തരം കളറായാലും മതി. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കണം. ഒരു ചിക്കൻ 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഈ പകുതി വെന്ത ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതൊന്ന് എടുത്ത് മാറ്റാം. ഈ ചിക്കൻ വേവിച്ച വെള്ളം നമുക്ക് മാറ്റി വെക്കാം ചോറ് വേവിച്ചെടുക്കാനായിട്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കുക. അതിനായിട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പകുതി ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിലേക്കുള്ള അരി ഒന്ന് വേവിച്ചെടുക്കുക. അതിനായിട്ട് നേരത്തെ ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളം ഒന്ന് അളന്ന് നോക്കുക ആദ്യം. അതിന് ശേഷം അതിൽ കുറവുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഗ്ലാസ് അരിയാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചിക്കൻ നേരത്തെ വേവിച്ച വെള്ളത്തിൽ 1 ഗ്ലാസ് ഉണ്ട്. ഇനി 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് സെല്ല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സെല്ല റൈസ് ഇല്ലെങ്കിൽ ബസ്മതി റൈസ് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ എടുക്കുമ്പോൾ റൈസ് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഏകദേശം ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂറായാലും സോക്ക് ചെയ്ത് വെക്കണം. പെട്ടെന്ന് അരിയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ കുറച്ച് നേരം അരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം. അരി ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. ഒന്നുകൂടി വെന്ത് കിട്ടാണ്ട് അടച്ച് വെക്കാം. ഞാൻ ഒന്നുകൂടി തുറന്ന് നോക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. കളറുകളൊക്കെ ഇങ്ങനെ മിക്സ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചോറ് സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗിയിൽ കിട്ടും. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകൾക്ക് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുക.
ചോറ് നമ്മൾ എല്ലാ സൈഡിലും നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. എന്നാലും നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ വെജിറ്റബിളൊക്കെ അതിൻ്റെ മുകളിൽ നന്നായി ഭംഗിയിൽ കിടക്കുള്ളൂ. ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കുക. ഏകദേശം 5 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ റൈസ് സെർവ് ചെയ്യാനായിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊട്ടുകയാണ് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിച്ചിട്ട് വേണം കമഴ്ത്തിയെടുക്കാൻ. വളരെ മെല്ലെ ആക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇതൊരു കേക്ക് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സാധാ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മക്ലൂബക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു ഭംഗി കിട്ടും. മുകളിലെ പച്ചക്കറികൾ പല കളറിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ആ ചോറിന് കൊടുക്കുക. പാർട്ടികളിലും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കളർഫുള്ളായിട്ടുള്ളൊരു റൈസാണ്. ഇപ്പോൾ നല്ലൊരു വെറൈറ്റി റൈസ് കൂടിയാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആ വെജിറ്റബിൾസും ചോറും എല്ലാം കൂട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള റെസിപ്പികളുമായി വീണ്ടും കാണാം.